എൻ്റെ വാട്സപ്പ് നിറച്ച് ഇന്ന് കുട്ടികളുടെ പരാതികളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കീം പരീക്ഷ എഴുതിയ കുട്ടികൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികളാണ് ഇത്. ഒരു എണ്ണം മാത്രം ഞാൻ സാമ്പിൾ വായിക്കാം. ആ കുട്ടി എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കീം വാസ് മൈ ലാസ്റ്റ് ഹോപ്പ്. I am a repeater. I got 98% in KEAM and normalized score 209.06. I got 1325 as my rank. But due to this issue, my rank is changed to 2268. അതായത് 1325 റാങ്കിലാണ് കിടന്നത്. അവസാനം റാങ്ക് തിരിഞ്ഞു മറിഞ്ഞ് ഇപ്പം 2268 അതെൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു, ഒരു ഹോപ്പായിരുന്നു. പക്ഷേ ഹോപ്പെല്ലാം പോയി. ഇനിയിപ്പോൾ ഒരിടത്തും പ്രവേശനം കിട്ടാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ നിരാശപ്പെട്ട ഒരുപാട് കുട്ടികൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഇത്രയധികം കുട്ടികളൊന്നും എൻ്റെ വാട്സപ്പിൽ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഒരു ഇടപെടൽ നടത്തണമെന്നൊക്കെയാണ്. എന്താണ് നമുക്കിതിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പക്ഷേ നമ്മൾ ഉന്നതതലത്തിൽ ചർച്ച ചെയ്ത് എന്തെങ്കിലും ഇതിൽ ഇരയായ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സർക്കാർ തലത്തിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം രീതി നമ്മൾ ചർച്ച ചെയ്യും. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള കീം റാങ്ക് ലിസ്റ്റ് ഏകീകരണത്തിൽ വീഴ്ച സംബന്ധിച്ച CPIM-ഉം സർക്കാരും അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് കൃത്യമായൊരു മറുപടി ഉണ്ടായില്ല. മാർക്ക് സമീകരണത്തിൽ മുൻകൂട്ടി തീരുമാനം വേണ്ടിയിരുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇന്ന് സമ്മതിച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ പലരും എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ എതിർപ്പിനെ അവഗണിച്ചാണ് തീരുമാനമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം റദ്ദാക്കേണ്ടി വന്നത് സർക്കാരിന് വൻ തിരിച്ചടിയാണ്. അവധാനതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് സമീകരണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്ത ജൂൺ 30 മന്ത്രിസഭാ യോഗത്തിൽ പല മന്ത്രിമാരും എതിർപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാരുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. മന്ത്രി മാധ്യമങ്ങളെ പഴിചാരി വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അത് തുറന്ന് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് CPIM സർക്കാർ നൽകുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം.